ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം റാങ്ക് ലിസ്റ്റ് വന്നിട്ടാണ് യഥാർത്ഥ പരിപാടികൾ തുടങ്ങുന്നത് എന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്. എന്താണ് എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ദിവസം ഇന്ന് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാകും, നിങ്ങളുടെ റാങ്ക് അറിഞ്ഞിട്ടുണ്ടാകും. കുറഞ്ഞവരാണ് എങ്കിൽ വിഷമിക്കേണ്ട. ഇനി ഒരുവിധം നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ തെറ്റുകൾ കാരണം നിങ്ങൾ ഉദ്ദേശിച്ച സീറ്റുകൾ കിട്ടാതെയും പോകരുത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ വന്നിട്ടുള്ള കീം റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങളുടെ റാങ്ക് ഉറപ്പുവരുത്തുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ തുടങ്ങുക. ഇനി വരാൻ പോകുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനും അതിന് മുമ്പ് കാറ്റഗറി റാങ്ക് ലിസ്റ്റുമാണ്. ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ OBC, ഈഴവ അല്ലെങ്കിൽ ലാറ്റിൻ, ക്രിസ്ത്യൻ, ഒരുപാട് മുസ്ലിം ഉൾപ്പെടെ അതും കൂടി എന്ത് ചെയ്യുക, നോട്ടിഫൈ ചെയ്ത് മീൻസ് മനസ്സിലാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ റാങ്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കീമിൻ്റെ തന്നെ സൈറ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ, ChatGPT അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാം. കഴിഞ്ഞ വർഷത്തെ 2025, 24 വിട്ടേക്കു 2025 ആ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ഓരോ കോളേജുകളിലും കേരളത്തിലെ ഏതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടോ അവിടെയെല്ലാം കീം വഴി ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് അങ്ങനെ പോയി സപ്ലിമെന്ററി മീൻസ് സ്പോട്ട് വിട്ടേക്കു അതിന് മുമ്പ് സ്ട്രേ വേക്കൻസി വരെ അവിടെ അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് നിങ്ങൾ ചെക്ക് ചെയ്ത് വയ്ക്കണം, മറക്കരുത്. കാരണം അതിലൂടെ നമുക്ക് ഒരു കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ CET ആണ് ഫസ്റ്റ് ഓപ്ഷൻ വയ്ക്കാൻ പോകുന്നത്, സെക്കൻഡ് TKM ആണ്, അതല്ലെങ്കിൽ തേർഡ് GC തൃശ്ശൂരാണ്, അവിടെ വെച്ച് കിട്ടുമോ എന്ന് അറിയാനുള്ള ഒരു ട്രിക്കാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ റാങ്ക് ഉണ്ടല്ലോ, ആ റാങ്കിൽ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് കൂടെ നോക്കിയിട്ട് ആ കോളേജുകളിലെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് കട്ട് ഓഫ് PDF ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. 2025 ഫസ്റ്റ് അലോട്ട്മെന്റിൽ കമ്പ്യൂട്ടർ സയൻസിൽ TKM തൻ്റെ ആ കാറ്റഗറി, ഇപ്പോൾ മുസ്ലിം ആണെങ്കിൽ ആ കാറ്റഗറിയിൽ കിട്ടിയ കുട്ടിയുടെ റാങ്ക് എത്രയാണ്, ആ റാങ്കും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റാങ്കും തമ്മിൽ ചെക്ക് ചെയ്യുക. ചെറിയൊരു ഡിഫറൻസ് ഒന്നും കുഴപ്പമില്ല, പക്ഷെ വലിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടാനുള്ള ചാൻസ് കുറവാണ് എന്നാണ് നമുക്ക് ആ ട്രെൻഡ് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് സ്റ്റിൽ ഹോപ്പ് കളയണ്ട. ഈ രീതിയിലൊരു സ്റ്റഡി ഇപ്പോൾ റാങ്ക് വന്ന എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് നടത്തുക. കാരണം നിങ്ങൾക്കൊരു വലിയ റിലീഫ് കിട്ടും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുമെന്നൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. അതിനനുസരിച്ച് ഇനി അങ്ങോട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് വരും. അത് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ആയാലും കാറ്റഗറി റാങ്ക് ലിസ്റ്റിന്റെ ആയാലും പിന്നീടുള്ള അലോട്ട്മെന്റിന്റെ ഒക്കെ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.